ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ എപ്പിസോഡിലാണെങ്കിൽ നമ്മളൊരു വീടുണ്ടാക്കിയിരുന്നു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലും അതേപോലുള്ളൊരു വേറെ വീടുണ്ടാക്കാൻ പോവാണ്. അതായിരുന്നു നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയ വീട്. അതിന് മുമ്പ് ഞാൻ ആർമറും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തിട്ടെ. കഴിഞ്ഞ എപ്പിസോഡിൽ ആർമറും ടൂൾസൊക്കെ നമ്മൾ സെറ്റാക്കിയിരുന്നു. ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ വീടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീടുണ്ടാക്കുമ്പോഴൊക്കെ മെയിൻ പരിപാടി റിസോഴ്സും കാര്യങ്ങളൊക്കെ സെറ്റാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം മരങ്ങളൊക്കെ വെട്ടി റിസോഴ്സും കാര്യങ്ങളൊക്കെ സെറ്റാക്കണം. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ സാധാരണ മരം വെട്ടാറുള്ളത്. അപ്പോൾ അവിടെ നിന്ന് തന്നെ വെട്ടാം. എന്നിട്ട് റിസോഴ്സും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ സാധാരണ യൂട്യൂബിൽ നോക്കിയിട്ടാണ് ബിൽഡും കാര്യങ്ങളൊക്കെ ചെയ്യാറ്. അപ്പോൾ ചെയ്യുന്ന ബിൽഡിൻ്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ റിസോഴ്സും കാര്യങ്ങളും സെറ്റാക്കിയിട്ട് കാണാം. അപ്പോൾ ഞാനാണെങ്കിൽ എല്ലാ സംഭവങ്ങളും സെറ്റാക്കിയിട്ടുണ്ട്. പക്ഷേ കുറച്ച് സാധനങ്ങളും കൂടി ആവശ്യമുണ്ട്. അതായത് ഫ്ലവർ പോർട്ട്, പിന്നെ ഒരു ബെഡിൻ്റെ ആവശ്യമുണ്ട്. ഒരു റെഡ് ബെഡ് ആവശ്യമുണ്ട്. അതിൻ്റെ ഡൈ ഒന്നും കിട്ടാത്തതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം വെച്ചിട്ടില്ല. വീടുണ്ടാക്കി കഴിയുമ്പോഴത്തിന് സെറ്റാക്കാം. ഇതാണ് നമ്മളെ വീട്. ഞാൻ മൊത്തമായിട്ടൊന്ന് കാട്ടിത്തരാം. ഈ പാത്തും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്. ഇതാ നേരെ കയറി വരുമ്പോൾ ഇവിടെ ഒരു പ്രഷർ പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. ഞാൻ വെച്ചതാണ്. പിന്നെ ഇവിടെ ഒരു ഫ്ലവർ പോർട്ട് വരാണ്ട്. ഇവിടെ പിന്നെ അയൺ പിക്കാക്സ് എന്ന് വേണ്ടത്. ഞാൻ ആദ്യത്തെ പിക്കാക്സ് എന്നുള്ള രീതിയിൽ ഇതാണ് വെച്ചിട്ടുള്ളത്. ഇത് നമ്മൾ ഫസ്റ്റ് വേൾഡ് തുടങ്ങിയപ്പോൾ ഉണ്ടാക്കിയ ഫസ്റ്റ് പിക്കാക്സ് ആണ്. എല്ലാത്തിൻ്റെയും തുടക്കം ഇവിടെ നിന്നായിരുന്നു. പിന്നെ ഒരു ബെഡ്, പിന്നെ ഫർണസും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഫ്ലവർ പോർട്ട് വരാണ്ട്, ഇവിടെ ഒരു ഫ്ലവർ പോർട്ട് വരാണ്ട്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. ഇനി എന്തൊക്കെ ബിൽഡും കാര്യങ്ങളുമാണ് നമ്മൾ കൊണ്ടുവരേണ്ടത് എന്ന് ഇവിടെ തൊട്ടടുത്തായി കമൻറ്റ് ചെയ്യുക. ഇവിടെ അല്ല കേട്ടോ, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ ഇവിടെ ഷീപ്പിനും കാര്യങ്ങളെയൊക്കെ പിടിച്ചിട്ടിട്ടുണ്ട്. ഫുഡിന് വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഇവരെ പിടിച്ചിരുത്തിയിട്ടുള്ളത്. അടുത്ത വീഡിയോ മിക്കവാറും ഞാനൊരു സ്റ്റോറേജ് ആയിരിക്കും ഉണ്ടാക്കുക. കാരണം നമ്മൾ സ്റ്റോറേജ് എന്ന് പറയുന്നത് ഇതാണ്. അടുത്തത് ഏകദേശം ഇവിടെ ആയിട്ട് നമുക്കൊരു സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം.